നിങ്ങൾക്ക് നല്ല വ്യക്തിത്വം ഉണ്ടാകുവാൻ 4 കാര്യങ്ങളിൽ മിതത്വം പാലിക്കണമെന്ന് സാക്ഷാൽ ചാണക്യൻ വെളിപ്പെടുത്തുന്നു. ഒരു വ്യക്തിയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വിജയിക്കാൻ പ്രാപ്തമാക്കുന്നത് അയാളുടെ വ്യക്തിത്വം തന്നെയാണ്. നല്ല വ്യക്തിത്വം നല്ല ശീലങ്ങൾ രൂപപ്പെടുന്നതാണ്. നിങ്ങൾ മിതത്വം പാലിക്കേണ്ട 4 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. സംസാര രീതി. നിങ്ങളെ മറ്റൊരാൾ വിലയിരുത്തുന്നത് നിങ്ങളുടെ സംസാരത്തിൽ കൂടി തന്നെയാണ്. അനാവശ്യമായി സംസാരിക്കുന്നവർക്ക് ഒരിക്കലും ആരും വില നൽകുവില്ല. നിങ്ങളുടെ അഭിപ്രായം അപ്രസക്തമാകുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നതാണ് ഉചിതം. മിതമായി സംസാരിക്കുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ടാകും. വിദഗ്ധരല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ മുതിരരുത്. ഒരു വ്യക്തി അറിവ് നേടുന്നുവോ അത്രമാത്രം നിശബ്ദനായിരിക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. അസ്ഥാനത്ത് സംസാരിക്കുന്നത് മൂഢന്മാരുടെ ലക്ഷണമാണ് എന്നത് ചാണക്യൻ പറയുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളായി കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും പറയാൻ മുതിരരുത്. നിശബ്ദത അനിവാര്യമായ അവസരത്തിൽ അത് പാലിക്കുക തന്നെ വേണം. 2. താരതമ്യപ്പെടുത്തൽ. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തൽ ഒഴിവാക്കുക. ഓരോ വ്യക്തിയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണെന്നും അതിനാൽ പരസ്പരം താരതമ്യപ്പെടുത്തുന്നത് ഭൂഷത്വമാണെന്നതുമാണ് ചാണക്യൻ പറയുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായ വ്യക്തികളാണ് ഈ ലോകത്തെ രൂപപ്പെടുത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും അതുല്യനാണ്. ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയാവാൻ കഴിയില്ല. നിങ്ങളുടെ സ്വന്തം കഴിവുകളും കുറവുകളും ഉൾക്കൊള്ളുക. മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾക്ക് നിങ്ങൾ ഒരിക്കലും ചെവി നൽകരുത്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ആത്മവിശ്വാസം കുറയാൻ കാരണമാകും. നിങ്ങളെക്കാൾ വലിയവനോട് ഒരിക്കലും അസൂയപ്പെടരുത്. ഒരുപക്ഷെ അയാളുടെ ജീവിത സാഹചര്യം നിങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ നിങ്ങളായി തുടരുക. ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാ മേഖലയിലും വിജയിക്കാനാവും. 3. പെരുമാറ്റം. ഒരു വ്യക്തിയുടെ എളിമത്വം അയാളുടെ വ്യക്തിത്വത്തിന്റെ മൂല്യം 10 മടങ്ങായി വർദ്ധിപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധിക്കാതെ സ്വയം വലിയവനാണെന്ന് കരുതുന്നവൻ എല്ലായ്പ്പോഴും അവഗണിക്കപ്പെടുന്നു. അവരുടെ വിലയേറിയ അവസരങ്ങൾ പാഴായി പോകുകയും മറ്റുള്ളവർക്ക് അപ്രിയരായി മാറുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര വലിയ മഹത്വമുണ്ടെന്ന് പറഞ്ഞാലും വിനയമില്ലാത്ത സ്വഭാവം നിങ്ങളുടെ പരാജയത്തിന് കാരണമാകുന്നു. താനാണ് വലിയവനെന്ന് കരുതുന്നവൻ ലാളിത്യവും വിനയവുമെല്ലാം മറക്കാൻ തുടങ്ങും. തനിക്കെല്ലാം സാധിക്കുമെന്നുള്ള അഹങ്കാര മനോഭാവം തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്നു. എല്ലായ്പ്പോഴും വിനയം പാലിക്കാൻ നിങ്ങൾ ശീലിക്കുക. നാം ഇന്നു നേടിയതൊന്നും നമ്മുടെ മാത്രം കഴിവുകൊണ്ട് നേടിയതല്ല എന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ ആകർഷിക്കപ്പെട്ട് നിങ്ങളുമായി അടുക്കുന്നവർ എല്ലാ കാലത്തും നിങ്ങളുടെ കൂടെ ഉണ്ടാകുക തന്നെ ചെയ്യും. 4. ഭക്ഷണരീതി. ഒരാളുടെ ഭക്ഷണരീതി നിരീക്ഷിച്ചാൽ അയാളുടെ സ്വഭാവം തിരിച്ചറിയാൻ കഴിയും എന്നാണ് ചാണക്യൻ പറയുന്നത്. നല്ല സ്വഭാവ ഗുണമുള്ളവർ ആഹാരത്തെ ബഹുമാനിക്കും. ആഹാരത്തിന് കൃത്യമായി വില നൽകാതെ വലിച്ചുവാരി ഭക്ഷിക്കുന്നവർ സ്വന്തം ജീവിതത്തിലും മോശം സ്വഭാവം നിലനിർത്തുന്നവരായിരിക്കും. ഭക്ഷണം മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുന്നവരെ എല്ലാ കാലത്തും ചുറ്റുമുള്ളവർ ഓർമ്മിക്കുന്നതാണ്. ഈ ലോകത്ത് വലിയൊരു അളവിൽ ആളുകൾ പട്ടിണിയുള്ളപ്പോൾ അവരെ ഓർക്കാനും ആഹാരം പാഴാക്കാതെയും മുന്നോട്ടു പോകാൻ ശീലിക്കുക. ഇന്നു മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആഹാരത്തിന് കൃതജ്ഞത ഉള്ളവർ ആയിരിക്കുക. ഇന്നു മുതൽ ഈ 4 കാര്യങ്ങളിൽ മിതത്വം പാലിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും എല്ലാ മേഖലയിലും വിജയിക്കാൻ കഴിയും. എല്ലാവർക്കും നന്മകൾ നേരുന്നു.